കളി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ. ഈ രംഗച്ചേട്ടൻ എന്തോരം കഴിവുകളാ, ഡാൻസ് കളിക്കും, അഭിനയിക്കും, കണ്ടിട്ട് ഞെട്ടിപ്പോയി ഞങ്ങള് അല്ലേ. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത, നിങ്ങൾ വിചാരിക്കണതിന്റെ അപ്പുറത്തെ കഴിവുകൾ അണ്ണനുണ്ട്. അപ്പൊ ഇനി വേറെ ഉണ്ടോ? അണ്ണന് തലയിൽ നിലവിളക്ക് അപ്പൊ ആവേശം കിടിലനായിട്ട് ഓടിക്കൊണ്ടിരിക്കുവാണ്. നല്ല രീതിയിലുള്ള തിരക്ക് ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസം ആവേശം ഒന്നുകൂടെ റീവാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോഴാണ് മനസ്സിലായത്. രംഗണ്ണന്റെ ക്യാരക്ടറിന്റെ ഇമോഷണൽ വശം പടത്തിൽ കാണിച്ച് പോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ടൈം വാച്ച് ചെയ്തപ്പോൾ അതിൽ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. ആദ്യം കണ്ടപ്പോൾ ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക, കാരണം നല്ല സ്പോയിലർ ഉണ്ടാവും. അപ്പോൾ നേരെ പോയേക്കാം. ശരിക്കും രംഗയോട് ഇവർക്ക് 3 പേർക്കും പേടി തോന്നാനുള്ള കാരണം അന്ന് രാത്രി രംഗയുടെ കൂടെ നിൽക്കുന്ന ഹിന്ദി ഭായിമാരെ കൊല്ലാനായിട്ട് പോയതൊക്കെയാണ്. അന്ന് തന്നെ നാട് വിട്ട് പോകാനും അവർ തീരുമാനിക്കുന്നുണ്ട്. ഒരുപക്ഷെ രംഗയുടെ കൈ കൊണ്ട് ഞങ്ങളും നാളെ മരിക്കുമെന്നുള്ള പേടിയാണത്. പക്ഷെ ശരിക്കും അവിടെ ആ 2 പേര് രംഗ കൊല്ലുന്നുണ്ടോ? പിന്നീട് എന്താണ് അവിടെ നടന്നതെന്ന് കാണിച്ചിട്ടില്ല. ശരിക്കും സെക്കൻഡ് വാച്ചിൽ ആ ഒരു കാര്യം മനസ്സിലായി. ഈ 2 പേരും ക്ലൈമാക്സിൽ വരുന്നുണ്ട്. മേ ബി ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായി കാണും. അതിനർത്ഥം രംഗ അവരെ കൊന്നിട്ടില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണാനായിട്ട് രംഗ അവരെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവർ പേടി കൊണ്ട് ഓടിപ്പോയി. ഒരു പക്ഷേ അവരവിടെ നിന്നിരുന്നേൽ രംഗയെ അവർ ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെടില്ലായിരുന്നു. അവർക്ക് പരീക്ഷയാണ്, പഠിക്കണമെന്ന് കൂടി പറയാൻ പറ്റുമായിരുന്നു. രംഗയ്ക്ക് അത് മനസ്സിലാവുമായിരുന്നു. പിന്നെ പണ്ടത്തെ ഒരു കാര്യം അമ്പം പറയുന്നുണ്ട്, രംഗാണ്ണനെ കൊല്ലാൻ വന്ന ആളാണ് ആ നിൽക്കുന്നതെന്ന്. തന്നെ കൊല്ലാൻ വന്നവനെ തന്നെ കൂടെ നിർത്തിയിരിക്കുകയാണ് രംഗ. അങ്ങനെയുള്ള ആൾ ഇത്രയും കാലം കൂടെ നിന്ന 2 പേരെ അനുവാദം മേടിക്കാതെ പോയതിന് കൊന്നുകളയുമോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ റെഡ്ഡിയുടെ ഐഡന്റിറ്റിയിലാണ് രംഗ ഇപ്പോൾ കഴിയുന്നത്. സെയിം ആ ഒരു ഡ്രസ്സും കോസ്റ്റ്യൂമും ഒക്കെയാണ് രംഗ ചൂസ് ചെയ്തിരിക്കുന്നത്. അവസാനം ആ ഒരു ക്ലൈമാക്സിൽ മൻസൂർ അലിഖാന്റെ ക്യാരക്ടർ എന്റെ ഐഡന്റിറ്റി എനിക്ക് തിരിച്ചു താ എന്ന് പറയുമ്പോൾ രംഗ ദേഷ്യപ്പെട്ട് വൈറ്റ് ഡ്രസ് ഊരി കൊടുക്കുന്നുണ്ട്. പിന്നീട് രംഗയെ കാണിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലാണ്. മേ ബി ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ രംഗാണ്ണനൊന്ന് തിരിച്ചു വന്നാൽ ആ ഒരു ബ്ലാക്ക് കോസ്റ്റ്യൂം തന്നെ ആയിരിക്കും. ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ജിത്തു മാധവന്റെ രോമാഞ്ചം എടുത്താലും അതിന്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പാർട്ടിനുള്ള സാധ്യത ഉണ്ട്. രോമാഞ്ചം 2 എന്ന സിനിമയുടെ ടൈറ്റിൽ കൂടെ കാണിച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെ ടൈറ്റിൽ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുള്ള കഥയും കാര്യങ്ങളൊക്കെ ഈ ഒരു പാർട്ടിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു പാർട്ടിൽ രംഗയുടെ ക്യാരക്ടർ ഗ്യാങ്സ്റ്ററായി വൻ സെറ്റപ്പ് ഒക്കെ ആയതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ചോദിക്കുന്ന പോലെ ഇത്ര സെറ്റപ്പ് ആയത് കാണാൻ നമുക്കൊരു താല്പര്യം കാണുമല്ലോ. റെഡ്ഡിയുടെ ഗ്യാങ്ങിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം നടന്ന സ്റ്റോറി നമ്മൾ കണ്ടിട്ടില്ല. റെഡ്ഡി ആയിട്ടുള്ള വഴക്ക് എന്തിനായിരുന്നു? റെഡ്ഡിയേക്കാൾ സെറ്റപ്പ് ആകാനുള്ള കാരണങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. രംഗയുടെ ക്യാരക്ടറിനെ മാത്രം എടുത്ത് സെക്കൻഡ് പാർട്ട് കൊണ്ടുവരാനുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു പാർട്ടിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എപ്പോൾ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രീക്വൽ വരാനുള്ള സാധ്യത ആണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയത്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറയണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ OTT റിലീസിന് ശേഷം മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആവേശം റീവാച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.